ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഈ വേർഡ് കേട്ടിട്ടുണ്ടാക്കും. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, റെഗുലറായി ബ്രസ്റ്റിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിങ് ടൂൾസ് ഉണ്ട്. അതിനെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മെയിനായി ഇത് യൂസ് ചെയ്യുന്നത് ബ്രസ്റ്റിൽ എന്തെങ്കിലും തിക്കനിങ് ഉണ്ടോ, അബ്നോർമാലിറ്റീസ് ഉണ്ടോ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് ചാൻസസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഇത് മെയിനായും നമ്മൾ ചെയ്യേണ്ട സമയം, ഫസ്റ്റ് പീരീഡ് ഉള്ള വുമൻസ് ചെയ്യേണ്ടത് പീരീഡ് ആയതിനു ശേഷം 7th to 10th ഡേയ്സിൻ്റെ ശേഷം ആണ് ഈ ചെക്കപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോസ്റ്റ് മെനോപോസൽ വുമൺ, അതായത് പീരീഡ് കഴിഞ്ഞ വുമൻസ് 45 ആയിട്ടുള്ള ചിലർക്ക് പീരീഡ് സ്റ്റോപ്പ് ആകും. സോ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എല്ലാ മാസവും സെയിം ഡേയിലായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ പ്രഗ്നൻറ്റ് വുമണും അവരും ഫിക്സ് ആയിട്ടുള്ള ഡേ ഓരോ മാസത്തിലും കണ്ടുപിടിക്കണം. ആ ദിവസം മാത്രമേ അവർ ചെക്ക് ചെയ്യാവൂ. അടുത്തതായി നമ്മൾ സ്റ്റെപ്സ് ഓഫ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനാണ് നോക്കുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വിഷ്വൽ ഇൻസ്പെക്ഷനാണ്. വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണം. എന്നിട്ട് നമ്മുടെ ആംസിനെ റിലാക്സ് ചെയ്തിട്ടിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ്, അതുപോലെ ഷേപ്പ്, അത് സിമെട്രി ആണോ എന്ന് നമ്മൾ നോക്കണം. അതിനുശേഷം നമ്മുടെ കൈ പൊക്കി അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കണം. കൈ പൊക്കുന്ന സമയത്ത് എന്തെങ്കിലും ഷേപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും അബ്നോർമാലിറ്റി നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ 2 കൈയും നിങ്ങളുടെ ഹിപ്പിൽ വെക്കണം. ഹിപ്പിൽ, അതായത് നമ്മുടെ അരയിൽ വെച്ചതിന് ശേഷം എന്തെങ്കിലും സ്കിന്നിൻ്റെ ചേഞ്ചസോ അല്ലെങ്കിൽ നിപ്പിളിൻ്റെ പൊസിഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസോ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ റെഡ്നെസ്, റാഷസ്, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഡിസ്ചാർജസ് വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തത് പാൽപിറ്റേഷനാണ്. പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്തിട്ട് നമ്മുടെ ബ്രസ്റ്റിൽ 3 ഫിംഗർ വെച്ചിട്ട്, 3 ഫിംഗർ, കയ്യിലെ 3 ഫിംഗർ ഒരുമിച്ച് വെച്ചിട്ട് സർക്കുലാർ മോഷനിൽ, അതായത് നമ്മളിങ്ങനെ റൗണ്ട് മോഷനിൽ നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ആ സമയത്ത് ചെക്ക് ചെയ്യുന്ന ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ലംസ് ഉണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അത് പാറ്റേൺസ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നറിയാൻ നമുക്ക് സാധിക്കും. അതിനുശേഷം നമ്മൾ കിടക്കണം. അതിന് കിടന്ന് പാൽപിറ്റേഷൻ ചെയ്യണം. അതായത് നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ അണ്ടറിൽ ഒരു ടവൽ മടക്കി വെക്കണം. അതിനുശേഷം നമ്മുടെ കൈ പുറകിൽ, കഴുത്തിൻ്റെ പുറകിൽ, തലയുടെ പുറകിൽ വെക്കണം. അതിനുശേഷം മറ്റേ കൈ കൊണ്ട് സർക്കുലാർ മോഷനിൽ പ്രഷർ കൊടുക്കണം, ഈ 3 ഫിംഗർ വെച്ചിട്ട്. അപ്പോൾ അത് നമുക്ക് ഇൻ ദ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉണ്ടോ എന്നറിയുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും.